KSRTC ബസ്സിന് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്ന് നടുറോഡിൽ മേയർ ഡ്രൈവർ പോര്. വണ്ടി റിവേഴ്സ് ചെയ്തോ? റിവേഴ്സ് എടുക്കാനോ? അത് തിരക്കേടില്ല. നിങ്ങളാരൊക്കെ ബാക്ക് അടിക്കുന്നു? തന്നോട് പറഞ്ഞ പോലെ ചെയ്താൽ മതി, വലിയ ഡയലോഗ് വേണ്ട. എടീ, പെങ്കൊച്ചുങ്ങളായ ആകാശത്ത് നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം. ഭൂമി നമുക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ? അല്ല, പെണ്ണുങ്ങളെ ഇത്ര കറാമ്പറപ്പ് പാടില്ല. അത് ശരിയാ. KSRTCയുടെ ഡ്രൈവർ വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. ചെകുത്താൻ പെൺവേഷം കെട്ടി വന്നിരിക്കുക, എന്നിട്ട് സത്യം ധർമ്മം പ്രസംഗിക്കുന്നത് കള്ളി. സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ല, നീ എന്നെ എന്ത് ചെയ്യും? പിടിച്ച് മൂക്കി കയറ്റിക്കളയോ? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ഇയാൾ എന്നോട് അപമര്യാദ കാണിച്ചു. അത് കാണിച്ചു? അയ്യോ, ദൈവത്തിനാണ് ഞാൻ കാണിച്ചില്ല. നീ എന്നെ മോശമായിട്ട് ഹാങ്ങിങ് കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയിൽ എവിടെയാണ് മാഡത്തിന് ഹാങ്ങിങ് കാണിച്ചത്? നുണ പറയുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. ആ വീഡിയോയിലുണ്ട്. ഞാൻ കറക്റ്റായിട്ട് ഞാൻ മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അയാള് പാർട്ടി ദോഷമൊന്നുമില്ലാത്ത നല്ല മനുഷ്യനാ. ഇങ്ങനെയാടാ വണ്ടി ഓടിക്കുന്നത്? നിന്റെ അച്ഛന്റെ വകയാ റോഡ്? ഞാൻ പറഞ്ഞ നിങ്ങളുടെ അച്ഛന്റെ വകയല്ലല്ലോ റോഡ്. നിങ്ങളല്ലേ റോങ് ആയിട്ട് വണ്ടി ഇട്ടേക്കുന്നത്. ഒരു വണ്ടി പോവാൻ തടസ്സമായിട്ട് ഇത്ര യാത്രക്കാരിയ്ക്കുകയല്ലേ. അവള് മഹാ അലമ്പ. ഒരു ഈഗോ പ്രോബ്ലമായി മാറി മാഡത്തിനത്. അതുകൊണ്ടാ മഠത്തിനറിയാം മഠത്തിന്റെ ഭാഗത്ത് ന്യായമില്ല. താനെന്നെ ന്യായം പഠിപ്പിക്കണ്ട, വണ്ടി എടുത്ത് മാറ്റടോ. ഈ വണ്ടി ഇങ്ങനെയാണോ ഓടിക്കുന്നത്? ഇങ്ങനെ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആണ്. ഞാൻ പറഞ്ഞ നിങ്ങളാണ് റാഷ് ഡ്രൈവിംഗ്. നിങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നത്. എന്നെ ഇൻസൾട്ട് ചെയ്ത സംഭവം കോളനി കമ്മിറ്റിയിൽ ഞാൻ വെക്കാൻ പോവാ. കം ഓൺ ജിജി. നിനക്ക് ഞാൻ ആരെന്നറിയാമോ? ഞാൻ പറഞ്ഞു ഇയാൾ ആരായാലും എനിക്കെന്ത്. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. സംഭവം MLA ആണെന്നുള്ള കാര്യം എനിക്ക് അറിയുന്നില്ല. എല്ലാം പറഞ്ഞ് സംസാരിച്ചതിന് ശേഷമാണ് MLA ആണെന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. മേഡത്തെ നിങ്ങൾക്ക് അറിയില്ല. സൾഫ്യൂരിക് ആസിഡിന് കയ്യും കാലും വെച്ച പോലത്തെ മുതല ചെയ്യണമെന്നറിയോ? കാലെ പിടിച്ച് നിലത്ത് വെച്ചിട്ട് ഒരു കാലം ചവിട്ടി പിടിച്ച് മറ്റേ കാലം വാഴപ്പോള കീറുന്നതൊക്കെ പടപട വലിച്ചു കീറണം. എന്നിട്ട് ആ കാലെടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അത് കത്തിച്ചിട്ട് അതിന് ചാരം എടുത്ത് ഇവിടെ അണ്ണാക്കിന് അകത്തോട്ട് കുത്തി